ഇത് ധാരാളം ആളുകളുണ്ട്. കേരളത്തിലെ വലിയ നിരീശ്വരവാദിയായിരുന്ന ഒരാൾ, അയാൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ കൂട്ടുകാരനായ മനുഷ്യൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ അയാൾ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ആ സന്ദർഭത്തിൽ ഒരു നിരീശ്വരവാദിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നാലോചിച്ച് ഞാൻ അവിടെ നിന്നു. അയാളുടെ മതവിശ്വാസമല്ലാതെ അയാൾക്ക് ആ സന്ദർഭത്തിൽ വേറെ ഒന്നും ആശ്വാസം നൽകാനില്ല. എന്ത് ഞാൻ പറയാം? എൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ശരിക്കും പറയേണ്ടത് എന്താ, കുറച്ച് കെമിക്കൽ ബോഡികളാണ്, അതങ്ങില്ലാതെ അത് പറഞ്ഞ ആളുകളുണ്ട്. നിരീശ്വരവാദികൾ ചില ആളുകൾ പറഞ്ഞു, മനുഷ്യരത്ത് പറഞ്ഞാൽ സ്റ്റാർ ഡസ്റ്റുകളാണ്. കാരണം പണ്ടെന്നോ നക്ഷത്രം പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ പലതുണ്ടായി, കെമിക്കലൊക്കെ ഉണ്ടായി, കെമിക്കലിൽ നിന്ന് മനുഷ്യരുണ്ടായി, മനുഷ്യർ രൂപപ്പെട്ടു. ഒരു കെമിക്കൽ വസ്തു മറ്റൊരു കെമിക്കലിനോട് ചേർത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതേ സംഭവിക്കുന്നുള്ളൂ. മനുഷ്യർ മരിക്കുന്നു, ജീവിക്കുന്നു, ഒരു വ്യത്യാസമല്ല, കണക്കാണ്. കാരണം ഈ വിശ്വാസം അതിലേക്കാണ് അവർ നയിച്ചത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നിശ്ചയിച്ച ഈ ഫിത്രത്ത് ഇത് ചിലപ്പോൾ പുറത്തേക്ക് വരും. അത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ആയിരുന്ന അയാളോട് പണ്ട് അഴിമതി എന്തുണ്ടായപ്പോൾ ആൾക്കാർ കടുത്ത അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അയാൾ അഴിമതി ആരോപണത്തിൻ്റെ കടുപ്പത്തിൽ അയാൾ അറിയാതെ പറഞ്ഞു, അയാൾ മുകളിലുള്ളവരെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പത്രക്കാർ വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനവിടെ EMSൻ്റെ ഫോട്ടോ വെച്ചിരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു. അത് പറഞ്ഞാലും പോയില്ലേ, EMS വെച്ചില്ലേ, പിന്നെ ഇങ്ങനെ EMS അറിയാം.